ഒന്ന് സെൻസ് ചെയ്ത് അറിയാം. നല്ല ചൂട് വരുന്നുണ്ട്. ഒരു നിയമം പാസ്സാക്കുമ്പോൾ ഒരു ബ്രാൻഡിന് വേണ്ടി മാത്രം നിയമം പാസ്സാക്കുമോ എന്നൊരു സംശയം ഇല്ല, അങ്ങനെയില്ല. ആക്ച്വലി 70% വിസിബിലിറ്റി കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് എന്റെ എല്ലാ വണ്ടികളും മെയിൻറ്റെയിൻ ചെയ്യുന്നത് കാൽഗറിയാണ്. കാൽഗറിയുടെ ഉടമസ്ഥനും അവിടുത്തെ മെയിൻ ടെക്നീഷ്യനുമായ ജയകൃഷ്ണൻ ഇപ്പൊ എന്റെ ഒരു സുഹൃത്താണ്. എനിക്ക് തോന്നുന്നു ഇപ്പോ ഞാനൊരു പുതിയ വണ്ടി എടുത്താൽ ഷോറൂമിൽ നിന്ന് ആദ്യം വണ്ടി അയക്കുന്നത് കാൽഗറിയിലേക്കാണ് എന്നാണ് എന്റെ ഒരു കാൽക്കുലേഷൻ. വീട്ടിലുള്ള എല്ലാ വണ്ടികളും കാൽഗറി സെറാമിക് കോട്ട് ചെയ്യുകയും കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന വണ്ടികളാണ്. എനിക്ക് ഫ്രം പേഴ്സണൽ എക്സ്പീരിയൻസ് അബ്സല്യൂട്ട് വേൾഡ് ക്ലാസ് വർക്കും അതേപോലെ തന്നെ വേൾഡ് ക്ലാസ് സർവീസ് ആൻഡ് ബാക്കപ്പ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. സോ ജയകൃഷ്ണനും കാൽഗറിയിലെ ഹോൾ ടീമിനും നിങ്ങൾ തുടങ്ങാൻ പോകുന്ന എറണാകുളത്ത് കുമ്പളത്തും തിരുവനന്തപുരത്തുള്ള പുതിയ ബ്രാഞ്ചിനും ഈ രണ്ട് പുതിയ സംരംഭങ്ങൾക്കും എന്റെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊള്ളുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ പൃഥ്വിരാജ് സുകുമാരൻ കാൽഗാരി എന്ന് പറയുന്ന സ്ഥാപനത്തിനെ കുറിച്ച് പറഞ്ഞ ഒരു കുഞ്ഞു വീഡിയോ ആണ് നിങ്ങളിപ്പം കണ്ടിട്ടുണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് കാൽഗാരി എന്ന് പറയുന്ന സ്ഥാപനം ഇത്രയും ട്രസ്റ്റബിൾ ആയത് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഒപ്പം തന്നെ ഒരു കാര്യം പറയാം, കൂളിംഗ് ഫിലിം റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ നിലവിലുണ്ട്. കഴിഞ്ഞ 11 വർഷത്തോളമായിട്ട് ഈ മേഖലയിലുള്ള ഒരു സ്ഥാപനം എന്നുള്ള നിലക്ക് ഇതിനെക്കുറിച്ച് ഒന്ന് വിശദമായൊരു പഠനം നടത്തുക എന്നുള്ളത് കൂടി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കാൽഗാരിയെ കുറിച്ച് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ പറഞ്ഞ ചില കാര്യങ്ങളിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, അതിനെക്കുറിച്ച് സംസാരിക്കണം. ഒപ്പം നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ പൃഥ്വിരാജ് സുകുമാരനെ പോലത്തെ ഒരാൾ അദ്ദേഹത്തിൻ്റെ വാഹനങ്ങൾ മുഴുവനും മെയിൻറ്റെയിൻ ചെയ്യാൻ കൊടുക്കുന്നത് കാൽഗാരിയിലാണ്. അതിന് പിന്നിലൊരു റീസൺ ഉണ്ടായിരിക്കും. പിന്നെ മോഹൻലാൽ മലയാളത്തിൽ ഒരുപാട് ആരാധകരുള്ളൊരു മനുഷ്യനാണ്. ലൈക്ക് ഒരു എന്താ പറയുക, ആക്ടിങ് സിംഹം എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരാളൊക്കെ അദ്ദേഹത്തിൻ്റെ വാഹനം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നെ ഒരു റീസൺ ഉണ്ടായിരിക്കും എന്നുള്ളത് നമുക്കൊക്കെ ആലോചിക്കാവുന്നുള്ളൂ. ആ റീസൺ അന്വേഷിച്ചാണ് ശരിക്കും ഇപ്പോൾ നമ്മൾ വന്നുള്ളത്. ഒപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂളിംഗ് ഫിലിമിനെ കുറിച്ചും സംസാരിക്കേണ്ടതുണ്ട്. അതൊക്കെ ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മനുഷ്യരാണ് നമ്മുടെ JK. വെൽക്കം ടു അവർ ചാനൽ. താങ്ക് യു. രണ്ടാമത്തെ പ്രാവശ്യമാണ്. ജയകൃഷ്ണൻ എന്നാണ് ഫുൾ പേര്. കാൽഗാരി എന്ന് പറയുന്ന ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തത് ശരിക്കും JK ആയിരുന്നു. ഏതോ ഒരു രാജ്യത്തെ ഒരു സ്ഥലത്തിന്റെ പേരല്ലേ? ഏതായിരുന്നു? അതായത് കാൽഗറി എന്ന് പറയുന്നത് കാനഡയിലുള്ള ഒരു സ്ഥലത്തിന്റെ പേരാണ്. വൃത്തി എന്നർത്ഥം അല്ല, അത് വേൾഡിലെ ക്ലീനസ്റ്റ് സിറ്റിയാണ്. അപ്പൊ അന്ന് നമ്മൾ പേരിടുന്ന സമയത്ത് പല കാര്യങ്ങളും നോക്കിയായിരുന്നു, അനിമൽസ് അങ്ങനെ അങ്ങനെ നോക്കി. പക്ഷെ ഇത് കേൾക്കുമ്പോ ഒരു ഇന്റർനാഷണൽ ഫീല് വേണമെന്നുണ്ടായിരുന്നു. ആദ്യത്തെ ചോദ്യം എന്താണെന്നറിയോ, പൃഥ്വിരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിസർവ്ഡ് ആളെ പോലെയാണെന്നാണ് എപ്പോഴും പറഞ്ഞു കേട്ടുള്ളത്. എനിക്ക് അങ്ങനെ പേഴ്സണലി അറിയില്ല, ഞാൻ 1-2 തവണ അങ്ങനെ കണ്ടിട്ടുള്ളൂ. എല്ലാത്തിനെ കുറിച്ചും അങ്ങനെ അഭിപ്രായങ്ങൾ പറയൂല, പെട്ടെന്ന് പോയിട്ട് അങ്ങനെ അപ്രോച്ച് ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരിക്കും അങ്ങനെ ഒരാൾ ശരിക്കും കാൽഗാരിനെ കുറിച്ച് ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അതിന് വലിയൊരു റീസൺ ഉണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനൊരു ഓർഡർ എന്നുള്ള ആൾക്ക് JK അതിനെ കുറിച്ച് എന്താ പറയുന്നത്? അല്ല, അൾട്ടിമേറ്റ്ലി നമുക്ക് അങ്ങനെ പുള്ളിനെ പോലത്തെ ഒരു ഓട്ടോ എന്തൂസിയാസിനെ സെർവ് ചെയ്യാൻ കിട്ടുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലക്കാണ്. അതവിടെ അടുത്ത ചോദ്യമാണ്. പക്ഷെ അതിനു മുമ്പ് ഇതിനെ കുറിച്ച് പറയും, എന്തുകൊണ്ടായിരിക്കും പൃഥ്വിരാജ് അങ്ങനെ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? അല്ല, അൾട്ടിമേറ്റ്ലി ഞങ്ങള് ഇപ്പൊ പൃഥ്വിരാജ് എന്നല്ല, ഏത് കസ്റ്റമറിന്റെ അടുക്കുകയാണെങ്കിലും നമ്മള് അവർക്ക് ഈ ഓട്ടോമൊബൈലായിട്ട് ബന്ധപ്പെട്ട എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ ആഫ്റ്റർ സർവീസിൽ ഞങ്ങൾ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട്. കാര്യം ഒരു കസ്റ്റമർ ഇവിടുന്ന് ചെയ്ത് പോയി കഴിഞ്ഞാലും നമ്മൾ ആയിരിക്കണം അവർക്ക് ഇനി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളോട് വേണം പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. നമ്മൾ തീർച്ചയായിട്ടും അല്ല നമ്മൾ ആഫ്റ്റർ സർവീസിൽ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കും. പിന്നെ ഞങ്ങള് കാൽഗറി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ പ്രൊഡക്ട്സിന്റെ ഓരോ പുതിയ പുതിയ റിസർച്ചുകൾ ചെയ്യും. ചിലപ്പോൾ പേര് നിങ്ങൾ ചിലപ്പോൾ നമ്മൾ ബ്രോഷറിൽ കാണുന്ന പേര് ലുമിനോ ഗാർഡ് 90p Pro അല്ലെങ്കിൽ 90p എന്നൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മൾ ഇന്റേണലി തന്നെ പ്രൊഡക്ട്സ് ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. വേറെ കാര്യം ചോദിക്കട്ടെ, അപ്പോൾ ഞാൻ ഒരു ആസ് എ വ്യൂവർ അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ കുറച്ച് പാഷനായിട്ടുള്ള ആളെന്നുള്ള നിലക്ക് ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ അങ്ങനത്തെ ഒരു വീഡിയോ കാണുമ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും ചിന്തിക്കുക ക്വാളിറ്റി ഓഫ് വർക്ക് എന്നുള്ള ഒരു ഇതിനെ കുറിച്ചായിരിക്കും. ശരിക്കും 10 വർഷമായി കാൽഗാരി സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ? അതെ. എത്ര കസ്റ്റമേഴ്സിന് നിലവിൽ സെർവ് ചെയ്തിട്ടുണ്ടായിരിക്കും? അങ്ങനെ എണ്ണം കറക്റ്റ് അറിയില്ല, പക്ഷെ എന്നാലും ഞങ്ങൾ ഒരു ആവറേജ് ഒരു മാസം ഒരു 25+ വെഹിക്കിൾസ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം പ്രധാനമായിട്ടുള്ള സർവീസസ് എന്തൊക്കെയാണ്? ഞങ്ങൾ മെയിൻലി ഇപ്പം സെറാമിക് കോട്ടിംഗ് ഉണ്ട്, നമ്മൾ പിന്നെ ഗ്രഫീൻ കോട്ടിംഗ് അത്യാവശ്യം പറയുകയാണെങ്കിൽ മാത്രം നമ്മൾ ഗ്രഫീൻ കോട്ടിംഗ് ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ PPF ഉണ്ട്, കാർ റാപ്പിംഗ്, സൺഫിലിം,
ഇതൊക്കെയാണ് നമ്മുടെ മേജർ സർവീസ്. അതുപോലെ PPF എന്ന് പറഞ്ഞപ്പോൾ ഒരു സംശയം, കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാൽഗാരിയിൽ ശരിക്കും സെറാമിക് എന്തിനു ചെയ്യണം അതുമായി ബന്ധപ്പെട്ടൊരു മിത്ത് ബ്രേക്ക് ചെയ്യണ പോലത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ അധികം അങ്ങനെ PPF-നെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം അതൊരു എക്സ്പെൻസീവ് ഗെയിമാണ്, അത് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം കാൽഗാരി PPF സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നേരത്തെ അങ്ങനെ ഒരു വീഡിയോ ചെയ്ത ഒരാളെന്നുള്ളവർക്ക് തിരിച്ച് ഞാൻ ചോദിക്കണ്ടേ, എന്തുകൊണ്ട് നിങ്ങൾ ഇപ്പം PPF തുടങ്ങി എന്നുള്ളത്? അതിനെന്താണ് ഉത്തരം? അതിനെന്താ ഉത്തരം എന്ന് വെച്ച് അതിനുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി PPF ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അപ്പൊ നമ്മളെ പോലത്തെ ഒരു ബ്രാൻഡ് അത് വേണ്ടെന്ന് വെക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നലുണ്ടായി. പിന്നെ മാത്രമല്ല, ഞങ്ങളിത് ആർക്ക് എന്ത് പ്രൊഡക്റ്റ് ആണോ ആവശ്യം അവർക്ക് മാത്രമേ ഇത് സജസ്റ്റ് ചെയ്യാറുള്ളൂ. നമ്മളിപ്പോ ഒരു അതെ ഒരു ക്രെറ്റ യൂസ് ചെയ്യണ ഒരാളെ സമയത്തോളം ഞങ്ങള് അയാൾ വിളിച്ചു ചോദിക്കുമ്പോൾ ഞങ്ങൾ ഒരിക്കലും PPF നിങ്ങൾ ചെയ്യണം എന്ന് പറയാറില്ല. അതെ, പിന്നെ മാത്രമല്ല പണ്ടത്തെ പോലെയല്ല PPF ഒരുപാട് അഡ്വാൻസ് ആയി. ഇന്നിപ്പോ പിന്നെ പ്രൈസിങ്ങിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്ന് ഇന്നതൊരു വയബിൾ പ്രൊഡക്റ്റ് ആയിട്ട് മാറി. ഇപ്പൊ ഒരു പ്രീമിയം വണ്ടി യൂസ് ചെയ്യുന്ന ഒരു കസ്റ്റമറിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് PPF ചെയ്തു, ഒരു 2-3 പ്രാവശ്യം ബമ്പർ തട്ടി പെയിന്റ് പോകേണ്ട കേസിൽ PPF ഒട്ടിച്ചത് കൊണ്ട് മാത്രം പെയിന്റ് പോയില്ല എന്നുണ്ടെങ്കിൽ, കാര്യം ഒരു പ്രാവശ്യം നമുക്കറിയാം BMW ബമ്പറൊക്കെ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ 8,000 to 12,000 റുപ്പീസ് ആവും. അപ്പൊ അത് ഭയങ്കര വെർത്തായിട്ട് തോന്നി. അപ്പൊ നമ്മളും അങ്ങനെ ഓവർ പ്രൈസ്ഡ് ആയിട്ടല്ല PPF ചെയ്യണത്. നിങ്ങൾ മാർക്കറ്റിൽ എടുത്ത് നോക്കി അറിയാൻ പറ്റും, നമ്മളുടെ പ്രൈസിങ് PPF വെച്ച് നോക്കുമ്പോൾ ബാക്കി ബ്രാൻഡ്സ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ വളരെ കാശ് കുറച്ചാണ് ചെയ്യണത് PPF. അതിനിടയിലൊരു കൂടി ഇപ്പൊ നമ്മൾ നിന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ നമ്മൾ വീഡിയോയിൽ കണ്ട സ്ഥലമല്ല, ഒരു പുതിയ ഔട്ട്ലെറ്റ്, പുതിയ ഷോറൂമിലെ വിശാലമായിട്ടുള്ള ഒരു കോൺസെപ്റ്റിലാണ്. മുകളിൽ ലൈറ്റ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു, എന്തുകൊണ്ട് മുകളിൽ ലൈറ്റ് ഇല്ല എന്നുള്ളത്. ഇതിപ്പോ എവിടെയാ ശരിക്കും സ്ഥലം? ഇത് കുമ്പളത്താണ്. നമ്മള് അരൂര് ഇവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ പഴയ ഷോറൂമായിട്ട്. ഇങ്ങോട്ട് മാറാൻ വേറൊന്നുമല്ല, ഞങ്ങൾക്ക് നമ്മൾ വണ്ടികൾ കൂടുതലായി സർവീസിന്റെ വണ്ടികളും ഒക്കെ ആയിട്ട് നമുക്ക് അവിടെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് സ്പേസ് പോരാതെ വന്ന്. പക്ഷെ നമുക്ക് അതെ നമുക്കിപ്പോ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്, ഇട്ട് ചെയ്യാൻ അകത്തും ഇഷ്ടം പോലെ സ്ഥലമായി. അതിന്റെ കൂടെ തന്നെ ഞാൻ വേറെ ചോദ്യം ചോദിക്കാം. ഒരു കസ്റ്റമർ ആൾക്ക് സെറാമിക് ചെയ്യണം, അല്ലെങ്കിൽ പോട്ടെ PPF ചെയ്യണം. ഈ പോർഷന്റെ ഓണർക്ക് PPF ചെയ്യണം. അപ്പൊ ആള് സ്വാഭാവികമായിട്ടും മാർക്കറ്റ് ഒരു സ്റ്റഡി നടത്തും, ആരാണ് ബെറ്റർ ആയിട്ട് ചെയ്യണമെന്നുള്ളത്. അപ്പൊ എൻ്റെ ഒരു ചോദ്യം, ആസ് ആൻ ഓണർ നിങ്ങൾക്ക് ഉത്തരം പറയാം, അല്ലെങ്കിൽ ജനറൽ ആയിട്ടും പറയാം, എന്തുകൊണ്ട് ഒരാള് കാൽഗാരിനെ സെലക്ട് ചെയ്യണം? ഇത്രയേ ഉള്ളൂ. പണ്ടത്തെ പോലെ ഞങ്ങള് കാൽഗരി എന്ന് പറയുന്ന ഒരു ബ്രാൻഡായിട്ട് മാറിക്കഴിഞ്ഞു ഈ ഒരു സെഗ്മെന്റിൽ. നമുക്ക് ക്വാളിറ്റി വർക്ക് ഫോഴ്സ് കിട്ടാനായിട്ട് പാടില്ല പണ്ടത്തെ പോലെ. കാര്യം നമ്മളെ സമയത്തോളം പല ആൾക്കാർക്കും കാൽഗരിയിൽ വർക്ക് ചെയ്യാൻ താല്പര്യപ്പെട്ട് വരുന്നവർ ഒരുപാട് പേരുണ്ട്. നമുക്ക് തന്നെ ഡെയിലി കോൾസ് വരാറുണ്ട്, ഞങ്ങൾക്ക് അവിടെ ഒരു ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ. അതെ, കാര്യം നമുക്ക് ആ ഒരു പ്രൊഫൈലും കാര്യങ്ങളും മാർക്കറ്റിലുള്ള പ്രൊഫൈലും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് നമുക്കൊരു നല്ല വർക്ക്മാൻഷിപ്പ് കിട്ടാൻ പാടില്ല. അപ്പൊ നമ്മളെപ്പോഴും ഇതുവരെയും നമ്മൾ ഈ 10 വർഷം നിലനിന്നത് കാര്യം നമ്മൾ ചെയ്തു കൊടുക്കുന്ന വർക്കിന്റെ ക്വാളിറ്റിയിൽ നമ്മൾ അതിൽ ഭയങ്കര സ്പെസിഫിക് ആണ്. പിന്നെ ഇപ്പൊ നമ്മൾ പറയുന്നില്ല ഇപ്പൊ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്ന എല്ലാം പെർഫെക്റ്റ് ആണെന്ന്. പക്ഷെ ഞങ്ങൾക്ക് ഒരു കാര്യം ഗ്യാരണ്ടി ഉണ്ട്, എന്തെങ്കിലും ഒരു ഇംപെർഫെക്ഷൻ ഉണ്ടെങ്കിൽ നമ്മളത് കറക്റ്റ് ചെയ്യും, നമ്മൾ തയ്യാറാണ്. അതായത് ഒരു പ്രശ്നം പറ്റി ഇവിടെ നിന്ന് പോകേണ്ടി വരില്ല, കസ്റ്റമറിന്റെ ക്വയറീസ് നമ്മൾ ഹാൻഡിൽ ചെയ്യും. ഒരിക്കലും അത് നമ്മൾ നിസ്സാരമായിട്ട് കാണാറില്ല. അൾട്ടിമേറ്റ്ലി കാര്യം മാത്രമല്ല, ഞാനും ഈ ഒരു സർവീസ് ക്വാളിറ്റി ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ പോയാൽ പോലും അവർ ഇങ്ങനെ രീതിയിൽ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം തീർച്ചയായിട്ടും എന്താണോ ഞാൻ അവരിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് എൻ്റെ ബ്രാൻഡിലൂടെ സെർവ് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇത് ശരിക്കും ഡെലിവറി ഏരിയ പോലത്തെ സ്ഥലമാണോ? ഇതൊരു ഡിസ്പ്ലേ ഏരിയ ആണ്. അതെ അതെ. അപ്പൊ ഇവിടെ നിന്നാണ് കസ്റ്റമേഴ്സ് ഡെലിവറി കൊടുക്കുന്നത്. ഈ ബേ വാഷിംഗ് ബേ ആണ്. ഇപ്പൊ വാഷ് ബേ ആണ്. ഇതിപ്പം ആക്ച്വലി നമ്മളിപ്പോ റാപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ റാപ്പിങ്ങിനും ഇപ്പൊ അഥവാ വേണ്ടി വന്ന ഒന്ന് സെറാമിക് ചെയ്യാനൊക്കെ ആയിട്ട് ഉള്ള ഒരു ബേ ആണ്. ഇതിപ്പോ പോളിഷിംഗ് ബേസ് ആണ്. അപ്പൊ ഇവിടെ പോളിഷ് ചെയ്യും, ഇതിന്റെ അകത്ത് PPF ചെയ്യും, പിന്നെ സെറാമിക് കോട്ടിംഗ് ഒക്കെ ചെയ്യണം. ഇനി ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ പൃഥ്വിരാജ് ഇവിടെ ഒന്ന് ചെയ്യണോ, മോഹൻലാൽ ഇവിടെ വന്ന് ചെയ്യണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് കുറെ ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ഇത് അത്ര ഒരു പ്രീമിയം, ഐ മീൻസ് ഇൻ ദ കേസ് ഓഫ് പൈസ അത്രയും എക്സ്പെൻസീവ് ആണോ, അല്ലെങ്കിൽ ആ ഒരു പ്രീമിയം സെറ്റപ്പ് ആണോ? പേയ്മെന്റിന്റെ കാര്യത്തിൽ, വർക്കിന്റെ കാര്യത്തിൽ പ്രീമിയം ആയാലും കുഴപ്പമില്ല, പേയ്മെന്റ് പ്രീമിയം ആവരുതെന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും. അതിനെക്കുറിച്ച് എന്തെങ്കിലും കമന്റ് പറയാനുണ്ടോ? അതായത് ഇപ്പം പ്രൈസിങ് നമ്മളുടെ കുറവാണെന്ന് ഞാൻ പറയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൈസിങ്ങിൽ ഇപ്പം
സെറാമിക് കോട്ടിങ്ങും ഗ്രഫിൻ കോട്ടിങ് ഒക്കെ 7000 രൂപയ്ക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട്. അതിലൊരു ചോദ്യമുണ്ട്, ഞാൻ അതിലേക്ക് വരാം, അതിന് മുമ്പ് പറഞ്ഞു. അപ്പൊ അത് പക്ഷെ നമ്മള് ഉദ്ദേശിക്കണ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇവിടെ കസ്റ്റമേഴ്സിന് 3 ഇയർ പാക്കേജ് ചെയ്യും, 5 ഇയർ പാക്കേജ് ചെയ്യും. ഈ 3 ഇയറും 5 ഇയറും ഒക്കെ നമ്മൾ നിലനിന്നാൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ പിന്നെ മാത്രമല്ല, അതെ, പൂട്ടിപ്പോയി കഴിഞ്ഞാൽ ഇതൊന്നും കൊടുക്കാൻ പറ്റില്ല. പൂട്ടിപ്പോകാതിരിക്കാനുള്ള ഒരു ലാഭം ഞങ്ങൾ എടുക്കുന്നുണ്ട്. പ്ലസ് ക്വാളിറ്റി സർവീസും കൊടുക്കുന്നുണ്ട്, അതും ഒരു അത്യാവശ്യമാണല്ലോ. അപ്പൊ കസ്റ്റമറിന് ഒരിക്കലും ഒരു കൊടുക്കുന്ന ക്വാളിറ്റി സർവീസ് വെച്ചിട്ട് പ്രൈസ് നോക്കുമ്പോൾ നമ്മളുടെ ഭയങ്കര കുറവാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ്. അതിന് എന്റെ ചോദ്യം ഇതായിരുന്നു, ഇപ്പം മാർക്കറ്റിൽ കോമ്പറ്റീഷൻ കൂടുതലാണ്, ഒരുപാട് ആളുകൾ വരുന്നുണ്ട് പല പ്രൈസിലും. ചിലപ്പോൾ നമുക്ക് പ്രൈസ് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? അല്ല, അതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് പറയാം, ഇപ്പൊ പുതിയ കുറെ ഡീറ്റെയിലേഴ്സ് വരും. അപ്പൊ ഇവരുടെ പുറകെ കുറെ പ്രൊഡക്ട്സ് വിൽക്കാനായിട്ട് കുറെ ആൾക്കാരുണ്ട്. മെഡിക്കൽ ട്രിപ്പ് വരുന്നവർ. അപ്പൊ ഈ ചിലപ്പോ ഇവര് തുടക്കത്തിൽ അറിയാലോ, നമുക്കിപ്പോ ഒരു ബ്രാൻഡ് നെയിമോ കാര്യങ്ങളോ ഇല്ലാതെ വരുമ്പോഴുള്ള ഒരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഫസ്റ്റ് തൊട്ട് ബിൽഡ് ചെയ്ത് വരണം കസ്റ്റമേഴ്സിന്റെ ഒരു ഇത്. അത് ഉണ്ടാക്കി കൊണ്ടുവരാൻ വേണ്ടി പല ആൾക്കാരും ചിലപ്പോൾ ഭയങ്കര നഷ്ടത്തിലൊക്കെ ചെയ്തു പോകും. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതൊരു സൂയിസൈഡൽ ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണ്. അപ്പൊ ആ ഇൻഡസ്ട്രീനെ നശിപ്പിക്കും, അവരും സ്വയം നശിക്കും. പിന്നെ അങ്ങനെ നമ്മളെ നശിപ്പിച്ചുകൊണ്ട് നമ്മുടെ സർവീസ് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കസ്റ്റമറിനെ നമ്മൾ സെർവ് ചെയ്യണ്ടെന്നാണ് ഞാൻ പറയുക. അപ്പൊ കാൽഗാരിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്സ് ഒരു പ്രൊഡക്ട്സും കൂടിയാണെന്ന് പറയേണ്ടി വരും ഇതിന്റെ കൂടെ അൾട്ടിമേറ്റ്ലി. കാര്യം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എല്ലാ പ്രൊഡക്ട്സും ഇടയ്ക്കിടയ്ക്ക് റിസർച്ച് ചെയ്യും. കാര്യം നമുക്ക് വേറെ ഒരു ബ്രാൻഡ് നെയിമിന്റെ ബേർഡൻ ഒന്നുമില്ല. ഞങ്ങൾ പല മാനുഫാക്ചേഴ്സിന്റെ പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യും. പിന്നെ പുതിയ പുതിയ ഇൻഡസ്ട്രിയിലോട്ട് വരുന്ന പ്രൊഡക്ട്സിന്റെ ആൾക്കാർ, നമുക്കിപ്പോൾ ഓൾറെഡി ഒരു പേരുള്ളതുകൊണ്ട് ആൾക്കാർ ഇവിടെ വരാറുണ്ട്. അപ്പോൾ അവരുടെ പ്രൊഡക്ട്സ് നമ്മളെടുത്ത് ട്രൈ ചെയ്ത് നോക്കും. എന്നിട്ട് നമ്മൾ എപ്പോഴും അപ്ഗ്രേഡ് ചെയ്യും. ഒരിക്കലും ഞങ്ങൾ 1 വർഷം മുമ്പോ അല്ലെങ്കിൽ 2 വർഷം മുമ്പ് ഉപയോഗിച്ച പ്രൊഡക്റ്റ് അല്ല ഞങ്ങൾ ഇപ്പൊ ഉപയോഗിക്കുന്നത്. എപ്പോഴും അപ്ഗ്രേഡ് ചെയ്തു. തീർച്ചയായിട്ടും ഞങ്ങൾ ഒരിക്കലും നമ്മള് അങ്ങനെ ഇല്ല. കാര്യം അതുമല്ലല്ല, കാര്യം ഇന്നലെ വരെയും ഞാൻ പഠിച്ച കാര്യങ്ങളും ചെയ്ത കാര്യങ്ങളും വെച്ചിട്ടാണ് ഞാൻ അന്നത്തെ ഒരു ഡിസിഷൻ എടുക്കുന്നത്. പിന്നീട് എന്റെ ഡിസിഷൻ മാറാൻ പറ്റില്ലെന്ന് പറയാൻ പറ്റില്ല. പുതിയ ജനറേഷൻ വരുമ്പോൾ മാറിയില്ലെങ്കിൽ നമുക്കറിയാലോ, അങ്ങനെ പല കമ്പനികളും പൂട്ടിപ്പോയിട്ടുണ്ട്. പിന്നെ വേറെ കാര്യം ചോദിക്കട്ടെ, ഞാനിപ്പം എനിക്ക് തോന്നുന്നു 1-2 തവണ ഒക്കെ കാൽഗേരിയിൽ വന്നപ്പോഴൊക്കെ ജയക്ക് എപ്പോഴും ഇവിടെ ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ ശരിക്കും സന്തോഷോജ്വലങ്ങനെ പറഞ്ഞ പോലെ ഈ പണി പഠിച്ച് ഇനിയിപ്പോ പണിക്കാരൊന്നും ഇല്ലെങ്കിലും ഇത് ചെയ്യാമെന്നുള്ള വൈബിൽ നിൽക്കുന്ന അങ്ങനെയാണെന്ന് ഞാൻ പറയില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ബിസിനസ് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി ഒരിക്കലും ഒരു പേഴ്സണൽ ഡ്രിവൺ ബിസിനസ് ആവരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എപ്പോഴും ഒരു സിസ്റ്റം വേണം. പക്ഷേ നിങ്ങൾക്ക് എന്നെ ഇവിടെ ഫീൽ ചെയ്യാൻ പറ്റും. കാര്യം എന്ന് വെച്ചാൽ ഞാൻ എങ്ങനെയാണ് ഒരു കസ്റ്റമറിന്റെ അടുക്ക പെരുമാറുന്നത്, അതുപോലെയാണ് ഇവിടുത്തെ ഓരോ സ്റ്റാഫും കസ്റ്റമറിന്റെ ഒക്കെ പെരുമാറുന്നത്. തീർച്ചയായിട്ടും അവരെല്ലാവരും നമ്മളെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ സ്റ്റാഫ് കസ്റ്റമേഴ്സിനോട് ഇപ്പൊ നിങ്ങൾ ഗൂഗിൾ റിവ്യൂസും കാര്യങ്ങളൊക്കെ എടുത്തു നോക്കി, അതിനകത്ത് എല്ലാവരും പറയണ ഒരു കാര്യം, ഭയങ്കര കേർട്ടിയസ് ആയിട്ടുള്ള സ്റ്റാഫാണ്, ഭയങ്കര പൊളൈറ്റ് ആയിട്ടുള്ള സ്റ്റാഫാണ്, ഭയങ്കര ഹെൽപ്പിംഗ് ആണെന്നാണ് പറയണത്. അപ്പൊ അത് തീർച്ചയായിട്ടും നമ്മളുടെ ആ ഒരു കൾച്ചറാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടുവന്നത്. അനി വേറൊരു സംശയമല്ല, വേറെ കാര്യം കൂടി ഇതിൽ കൂടെ ആഡ് ഓൺ ചെയ്ത് ചോദിക്കണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു 3 ഔട്ട്ലെറ്റാണ് മീൻസ് ഫ്രാഞ്ചൈസി ആയിരുന്നു കാൽഗാരിക്ക് ഉണ്ടായിരുന്നത്, ഇൻക്ലൂഡിങ് മലപ്പുറം എന്ന് തോന്നുന്നു. മലപ്പുറം 3ാമത്തെ ആയിരുന്നല്ലേ? അല്ലേ? അപ്പോൾ എനിക്ക് ആ മലപ്പുറത്തെ ഔട്ട്ലെറ്റിന്റെ ഒരു ഓപ്പണിംഗ് സമയത്താണ് നമ്മൾ ഫസ്റ്റ് ഒരു വീഡിയോ ചെയ്തത്. ഇപ്പോൾ ശരിക്കും കാൽഗാരിക്ക് എത്ര? ഇപ്പൊ ഞങ്ങള് ട്രിവാൻഡ്രം സ്റ്റാർട്ട് ചെയ്ത്, പിന്നെ കോയമ്പത്തൂർ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തു. തിരുവനന്തപുരം, അതാണ് പൃഥ്വിരാജ് ആ വീഡിയോയിൽ പറഞ്ഞത്. അതെ അതെ, തിരുവനന്തപുരം. ഒരാൾക്ക് ഇപ്പം ഞാൻ ആഗ്രഹിക്കുകയാണ്, കാലിക്കറ്റിൽ കാൽഗാരിയുടെ ഫ്രാഞ്ചൈസി ഇല്ല. സോ എനിക്കൊരു കാൽഗാരി ഫ്രാഞ്ചൈസി കാലിക്കറ്റിൽ തുടങ്ങണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ജെക്കിനെ ബന്ധപ്പെട്ട് നടക്കും. തീർച്ചയായിട്ടും. കാര്യം ഇത് നമുക്ക് ഓട്ടോമൊബൈൽ ക്രൈറ്റീരിയ എന്തെങ്കിലും ഉണ്ട്. അതായത് ഓട്ടോമൊബൈൽ സെക്ടറിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള ഒരു ബിസിനസ്സാണ് ഓട്ടോ ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത്. അതെ, അതുകൊണ്ടാണ് കുറെ പേര് വരുന്നത്. പക്ഷെ അത് ചെയ്യുമ്പം നല്ല രീതിയിൽ ചെയ്യാം. ഇപ്പൊ ഞാൻ ഒരിക്കലും പറയില്ല കാൽഗറിയുടെ ഫ്രാഞ്ചൈസി എടുത്തിട്ട് നിങ്ങൾ തുടങ്ങണമെന്ന്. പക്ഷെ കാൽഗറിയുടെ ഫ്രാഞ്ചൈസി എടുത്ത് തുടങ്ങുമ്പോൾ നമ്മളുടെ ഈ ഒരു ബ്രാൻഡ് നെയിം, നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഗുഡ് വില്ല് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഈ പറയണ പോലത്തെ ഓൾറെഡി റിസർച്ച് ചെയ്ത് ഒരു
കസ്റ്റമറിന് എന്താണ് ആവശ്യം, അതൊക്കെ വെച്ചിട്ടാണ് നമ്മളൊരു SOP പ്രിപ്പയർ ചെയ്തേക്കുന്നത്. പ്രൊഡക്ട്സ് അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. മുഴുവൻ ഗൈഡ്ലൈൻസ് അവർക്ക് ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും. അപ്പം അവർക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. അതൊരു 2 to 6 monthsനുള്ളിൽ അവർക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ് ആയിട്ട് മാറാൻ പറ്റും. നമ്മളുടെ എല്ലാ ഫ്രാഞ്ചൈസികളും പ്രോഫിറ്റബിൾ ആണ്. അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി വേറൊരു കാര്യം, ഇനി വരാനുള്ളൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും കൂളിംഗ് ഫിലിമിനെ റിലേറ്റ് ചെയ്തുകൊണ്ടാണ്. കൂളിംഗ് ഫിലിം റിലേറ്റഡ് ആയിട്ട് ഞാൻ ഇന്ന് വരെ എവിടെയും ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു ചർച്ച അങ്ങനെ ഓപ്പൺ ആക്കിയിട്ടൊന്നുമില്ല. അതെനിക്ക് തോന്നുന്നു ഫസ്റ്റത്തെ ചർച്ചയാണ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഒരു RTO പേഴ്സണായിട്ടായിട്ട് ഒരു ഡിസ്കഷൻ വെക്കാം. കാരണം കുറേ ആൾക്കാർക്ക് ഇപ്പോൾ സ്റ്റിൽ കൺഫ്യൂസിംഗ് ആണ്, ഈ പ്രൊഡക്റ്റ് മാത്രമേ യൂസ് ചെയ്യാൻ പാടൂ, അങ്ങനെയൊക്കെ കുറേ. അപ്പോൾ പിന്നെ അപ്പോഴാണ് ഞാൻ JKന്റെ എക്സ്പെർട്ടൈസ് യൂസ് ചെയ്യാൻ തീരുമാനിച്ച് ഈ വീഡിയോയിൽ അതും കൂടി ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചത്. എന്താണ് ശരിക്കും കൂളിംഗ് ഫിലിമിന്റെ വിഷയത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്? കൂളിംഗ് ഫിലിമിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഞാനൊരു സാധനം കാണിച്ചു തരാം. ഇത് ഞങ്ങൾ ആക്ച്വലി ഉണ്ടാക്കിയെടുത്തതാണ്. മെറ്റൽ ആർട്സ് ഒക്കെ ചെയ്യണം അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച. അപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ട് ആമസോണിൽ ഒരു IR ലൈറ്റും കൂടി മേടിച്ച്. അപ്പൊ ഇതിലെങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് നോക്കാം. ഇപ്പൊ IR ലൈറ്റ് ഓൺ ആണ്. ഇപ്പൊ വേണ്ട, ഇവിടെ നമുക്കിപ്പോ ഒന്ന് സെൻസ് ചെയ്ത് അറിയാം, നല്ല ചൂട് വരുന്നുണ്ട് അല്ലേ? പ്ലെയിൻ ഗ്ലാസ് ആണ്. ഇത് മാറ്റാം നമുക്കൊന്ന്. ഇത് നമ്മൾ യൂസ് ചെയ്യണ സൺ ഫിലിമിന്റെ ഒട്ടിച്ചിട്ടുള്ളതാണ്. ഓക്കെ, കുറച്ച് കഴിഞ്ഞാൽ ചൂട് വരുമോ? ഇല്ല, നോക്കിയോ, അത്രയും വ്യത്യാസമുണ്ട്. ശരിക്കും വ്യത്യാസമുണ്ട്. ശരിക്കും കൂളിംഗ് ഫിലിം കൊണ്ടുവരുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ വാശി പിടിച്ചതും ഈ ചൂട് കാരണം കൊണ്ട്. അതെ അതെ, എല്ലാവർക്കും ആവശ്യം നമ്മുടെ ഒരിക്കലും സ്റ്റൈലിനെക്കാട്ടിലും ഒക്കെ ഉൾപ്പെടെ ചൂടില്ലല്ലോ. തൊടുമ്പോ ചെറിയൊരു ചൂട് അത് ഇവിടെ, പക്ഷെ നമുക്ക് ഇവിടെ ഒന്നും ഒരിക്കലും ചൂടില്ല. അതിനടുത്തേക്ക് വെക്കുമ്പോ ഒന്നും അറിയുന്നില്ല. കാര്യം ഞാൻ ആക്ച്വലി ഈ കൂളിംഗ് ഫിലിം സൺ ഫിലിം എന്ന് പറയുന്ന സർവീസ് ഇപ്പൊ ഇത് ലീഗലാക്കിയപ്പോ ചെയ്യാൻ തുടങ്ങിയപ്പം ഞങ്ങള് പല പ്രൊഡക്ട്സ് എടുത്ത് പരീക്ഷ നോക്കി. അപ്പൊ അതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്ന ഒരു ഫിലിമാണിത്. നമ്മളാണ് ഇപ്പൊ അതാ ചെയ്യണം. കാര്യം ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇതിൽ കുറെ റേറ്റിംഗ് ഉണ്ട്. അതായത് വിസിബിലിറ്റി ഒരു കാര്യമാണ്, ഒരു പാരാമീറ്റർ ആണ്. പിന്നെ അൾട്രാവയലറ്റ് റിഡക്ഷൻ ഒരു പാരാമീറ്റർ ആണ്. പിന്നെ IRRന്റെ റിഡക്ഷൻ ഒരു ഇൻഫ്രാറെഡ് റിഡക്ഷൻ ഒരു പാരാമീറ്റർ ആണ്. ഇതെല്ലാം കൂടാതെ ടോട്ടൽ സോളാർ എനർജി റിഡക്ഷൻ എന്ന് പറയുന്ന ഒരു പാരാമീറ്ററും കൂടി ഉണ്ട്. ഈ ഫിലിമിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളിപ്പോ 70% ആണ് ഫ്രണ്ടും ബാക്ക് ഒട്ടിക്കാൻ പറ്റുക. സൈഡ്സിൽ 50% ആണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പൊ ഈ ഫിലിമിന് എങ്ങനെയാന്ന് വെച്ചാൽ 70% TSCR എന്ന് പറയുന്നത് 62% ആണ്, 50% 68% ആണ്. അപ്പൊ അത്രയും ഡിഫറൻസ് വരുന്നുണ്ട്. നോർമലി ഇപ്പൊ നിങ്ങൾ എടുത്തു നോക്കി ഇപ്പൊ ഭയങ്കര ബ്രാൻഡഡ് ആയിട്ട് നമ്മൾ കേൾക്കുന്ന പല ഫിലിംസിനും ഇത്രയും റേറ്റിംഗ് ഇല്ല. അതായത് 49, 47 ഒക്കെയാണ് അവരുടെ റേറ്റിംഗ് വരുന്നത്. അപ്പൊ അതാ ഡിഫറൻസ്. അല്ല, ഒരു കാര്യം വെച്ചാൽ ഇപ്പൊ ഇതിനെ കൂടുതലൊരു എന്തോ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാല്, ഒരു നിയമം പാസ്സാക്കുമ്പോൾ ഒരു ബ്രാൻഡിന് വേണ്ടി മാത്രം നിയമം പാസ്സാക്കുമോ എന്നൊരു സംശയം. ഇല്ല, അങ്ങനെ ഇല്ല. ആക്ച്വലി അതിനെ കുറിച്ച് ഞാൻ പറയാം. ഒരു കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടർ ആണ് കേസ് കൊടുത്തത്. അതെ, അവര് അതുകൊണ്ടാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നത്. പക്ഷെ അൾട്ടിമേറ്റ്ലി അവര് പറയുന്നത് അവരൊരു QR കോഡ് ഒട്ടിക്കും എന്നുള്ളതാണ് അല്ലേ? ആ QR കോഡ് എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള QR കോഡോ അങ്ങനെയൊന്നും അല്ലല്ലോ. അതൊരു കമ്പനിയുടെ QR കോഡാ. അതില് സ്കാൻ ചെയ്യുമ്പോൾ അവരുടെ ഏതൊരു സൈറ്റിലോട്ട് പോകും. അതില് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. അത് നമുക്ക് ഉണ്ടാക്കാം. അൾട്ടിമേറ്റ്ലി ഇത് ചെക്ക് ചെയ്യാൻ പറ്റിയ മെഷീൻ എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പൊ ഈ ഒരു മെഷീൻ വെച്ചിട്ട് നമുക്ക് ഫിലിം ട്രാൻസ്മിഷൻ മീറ്റർ ഈ ഒരു മെഷീനാണ് ആക്ച്വലി വേണ്ടത്. ഈ മെഷീൻ വെച്ച് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടും. ഇത് കൂളിംഗ് ഫിലിമാണ്. ഇതുണ്ട്, ഇതിങ്ങനെ വെച്ച് കഴിയുമ്പം നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും. കണ്ടോ, 70% വിസിബിലിറ്റി. UVR അൾട്രാവയലറ്റ് 99.5, IR 98. അപ്പൊ അത്രയും ഹയർ ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഫിലിമാണ് ഇത്. 70% ഒട്ടിക്കുന്നതാണ്, വിസിബിലിറ്റി ഉള്ളതാണ്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി
ഇപ്പൊ എനിക്ക് തോന്നുന്നുള്ള RTOസിനൊക്കെ ഒരു ധാരണ ഉണ്ടെന്ന് ഇതിനെ അവര് അതിനെ കുറിച്ച് ചെക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. പല ആൾക്കാരും ഇത് മാർക്കറ്റ് ചെയ്യണത് ഇന്ന ബ്രാൻഡ് മാത്രമേ പറ്റുള്ളൂ. ഞാനിപ്പോ 1-2 റീലൊക്കെ കണ്ടായിരുന്നു, ഇവരിത് മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ ഒരിക്കലും ഒരു ഗവൺമെന്റും ചെയ്യില്ല. അത് എനിക്ക് സംശയം. കാരണം ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് നിയമം അറിയാൻ പറ്റില്ല. പുതിയ സിസ്റ്റം ഒക്കെ പല രൂപത്തിൽ പോകുന്നു. ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഒരിക്കലും ഇല്ല. കാര്യം അൾട്ടിമേറ്റ്ലി നമുക്കൊരു ഇപ്പൊ ഒരു RTO ആള് വന്നു കഴിഞ്ഞാൽ, ഒരു ഓഫീസർ വന്ന് ചെക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ഓപ്ഷൻ വെച്ചിട്ടാണ്. ഈ ഡിവൈസ് യൂസ് ചെയ്യണത്. കാര്യം അവർക്ക് ഈസി ആയിട്ട് പിന്നെ വേറെ വർത്താനത്തിന്റെ ചോദിക്കേണ്ട ഒന്നും ആവശ്യമില്ല, ഒന്നുമില്ല. അവർക്ക് തന്നെ അവരുടെ മെഷീനിൽ അറിയാം. വേറൊരാളുടെ സൈറ്റിൽ പോയി ആ പ്രൊഡക്റ്റ് ഏതാണെന്ന് അറിയേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഈ ഒരു QR കോഡ് സിസ്റ്റം ആണെങ്കിൽ എളുപ്പത്തിൽ ഇവരെ പറ്റിക്കല്ലോ. അതെ. അല്ല, മാത്രമല്ല ഈ QR കോഡ് എന്ന് പറയണത് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല, നല്ല വലിപ്പമുണ്ട് ഇതിന്. ഒരിക്കലും ഒരു വണ്ടി യൂസ് ചെയ്യുന്ന ഒരാള് അയാളുടെ ഗ്ലാസ്സിൽ കൊണ്ടുവന്ന് ആ QR കോഡ് ഒട്ടിക്കില്ല. അത് ഭയങ്കര വൃത്തികേടാണ്. ഞാൻ തന്നെ ആക്ച്വലി ഈ ഒരു കമ്പനിയുടെ ഫിലിം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ നമ്മൾ ചെയ്തു കൊടുത്ത കസ്റ്റമർ പോലും പറഞ്ഞത് എനിക്ക് ആ QR കോഡ് ഒട്ടിക്കേണ്ടെന്നാണ്. കാര്യം വേറൊന്നുമല്ല, ഭയങ്കര വൃത്തികേടാണ്. വണ്ടി സൈഡിൽ നിന്നാണോ വലിയൊരു QR കോഡ്. വേറെ കാര്യം എനിക്ക് പറയാനുള്ള വെച്ചാല്, ഇപ്പൊ ഈ പറയുന്ന ബ്രാൻഡ് ഇല്ലേ, ഈ ബ്രാൻഡിന്റെ ഇത് നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു. ഇതല്ല മറ്റേ ഷീറ്റ്. അപ്പൊ അതിനകത്ത് IR വാല്യൂ എത്ര നമ്മൾ കാണിച്ചത്? 86-87 ആ റേഞ്ചിൽ കാണിച്ചത്. അപ്പൊ അതിനേക്കാൾ കൂടുതലാണ് ഇതെന്ന് ചുരുക്കം. നല്ലതുണ്ട് മാർക്കറ്റില്. അപ്പൊ നിങ്ങൾ അതാണ് നോക്കേണ്ടത്. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാണ്. അതെ, അൾട്ടിമേറ്റ്ലി നമ്മൾ ചെയ്യുമ്പം ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ നിർബന്ധമായിട്ടും 70% കൂടാതെ വിസിബിലിറ്റി എങ്കിലും വേണം. ആ നിയമം ഉറപ്പുവരുത്തും. പിന്നെ സൈഡിൽ നമുക്ക് 50% യൂസ് ചെയ്യാം. അത് മാത്രമാണ് നോക്കേണ്ടത്. അപ്പോൾ ഇതാണ് ശരിക്കും കൂളിംഗ് ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് ഈ ഒരു കൺഫ്യൂഷൻ കുറെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുവിധം RTO ഒക്കെ ആ ഒരു ലെവലിൽ തന്നെയാണ് ഇപ്പോൾ അതെ. കാര്യം ഞാനും പലരായിട്ടും കൺസൾട്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായാലും അവരിപ്പം സത്യം പറഞ്ഞ കൂളിംഗ് ഫിലിമിന്റെ അങ്ങനെ ചെക്ക് ചെയ്യലൊക്കെ അതെ അതെ. അപ്പൊ ചെക്ക് ചെയ്യാതിരിക്കില്ല. പക്ഷെ ബട്ട് സ്റ്റിൽ അപ്പൊ അവര് ഇതിനൊരു ധാരണ ആയി കഴിയുമ്പോൾ മിക്കവാറും എൻ്റെ ഒരു ധാരണ വെച്ചിട്ട് ഒരു ലോജിക്കലായിട്ട് ചിന്തിക്കുമ്പോ ഈ ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ടായിരിക്കും അവർ ചെക്ക് ചെയ്യുക. അല്ലാതെ ഒരു വേറൊരു കമ്പനിയുടെ QR കോഡിന് ഇപ്പൊ ഈ QR കോഡ് 100% അടിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ 0% വിസിബിലിറ്റി കാണിച്ചൂടെ? QR കോഡ് സ്കാൻ ചെയ്ത് QR കോഡ് നമ്മൾ എന്താണ് കൊടുക്കണതല്ലേ വരിക? വേറെ വെബ്സൈറ്റിലേക്കാ പോകണത്, അല്ലെങ്കിൽ ഇതൊരു ഗവൺമെന്റ് ലീഗൽ വെബ്സൈറ്റോ അങ്ങനൊന്നും അല്ല. ഒരു ആളുണ്ടാക്കുന്ന ഈ ഗെയിമിംഗ് പ്ലാറ്റ്ഫോം ഒക്കെ എല്ലാവരും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം, ഇതിന് കുറെ പൈസ കിട്ടും, പിന്നെ പോവും. കാരണം ഇത് മാനേജ് ചെയ്യുന്ന ഒരാളാണല്ലോ. അറ്റ് ദ എൻഡ് എന്ന് പറഞ്ഞ പോലെ അതേപോലെ തന്നെ ആയിരിക്കുമല്ലോ ഇതും. നമുക്കും മാനുവലി എഡിറ്റ് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ. അപ്പൊ ഈ ഡിവൈസ് ആകുമ്പോൾ ആ പ്രശ്നമില്ല, കറക്റ്റ് ആയിട്ട് കാണിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് കൂളിംഗ് ഫിലിം വിഷയമായിട്ട് ബന്ധപ്പെട്ടത്. കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്ന എക്സ്പീരിയൻസും എല്ലാം കണക്ക് വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. അത് അൾട്ടിമേറ്റ്ലി വേറൊന്നും നമ്മൾ പറയണം. ഇപ്പൊ നമ്മൾ പറയണത് അല്ലെങ്കിൽ ഞാൻ പറയണത് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ലോജിക്കാണ് അൾട്ടിമേറ്റ്. ഒരു അൾട്ടിമേറ്റ് ലോജിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ കാൽഗാരിയിൽ ചെയ്യുന്ന മറ്റൊരു സർവീസ് ആണ് സൺഫിലിം. അതിൽ ഒന്നേക്കാണ് ആ പോഷ് ഒക്കെ അല്ലേ? അതെ, പോഷെ നമ്മളിപ്പോ ലെക്സസ് ചെയ്ത് ഇപ്പൊ XUV 700 ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും കേരളത്തിൽ എനിക്ക് തോന്നുന്നു, കേരളത്തിൽ നിങ്ങൾ ഇങ്ങനെ ഒരു സെറാമിക് സെറ്റപ്പ് തുടങ്ങുന്ന സമയത്ത് വേറെ ആൾക്കാരുണ്ടായിരുന്നു? ഇല്ല, നിങ്ങളായിരുന്നു. നമ്മളാണ് തുടങ്ങണത് ഫസ്റ്റ്. നമ്മളാണ് സത്യം പറഞ്ഞാൽ. നമ്മള് ഇവിടെ തുടങ്ങുന്ന സമയത്ത് ആകെ ഉണ്ടായിരുന്നത് പീറ്റ്സ് എന്ന് പറയുന്ന കമ്പനിയാണ്. അപ്പൊ അവരുടെ സ്മാർട്ട് വാക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഭയങ്കരമായിട്ട് ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം സൂപ്പർ സൺഡേ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പ്രോഗ്രാം അവർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മൾ ഈ സൂപ്പർ സൺഡേന്റെ തൊട്ട് മുമ്പൊക്കെ ഇവിടെ വന്നിട്ട് അതിന്റെ പീരിയോഡിക് സർവീസ് ഒക്കെ ചെയ്തിട്ട് പോയ കഥകളുണ്ട്. പിന്നെ അന്നൊന്നും നമുക്ക് കാൽഗറിയുടെ സ്റ്റിക്കർ ഒട്ടിക്കും, കാര്യം അവരായിട്ട് ഭയങ്കര റിലേറ്റഡ് ആയതുകൊണ്ട് ഒട്ടിക്കില്ലായിരുന്നു അന്ന്. അങ്ങനെ നമ്മൾ തുടങ്ങിയത്. ഇപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറെക്കുറെ 5ഓളം സ്ഥാപനങ്ങളൊക്കെ, 5 ഇതടക്കം 5ഓളം ഔട്ട്ലെറ്റുകളെല്ലാം വലിയൊരു പ്രസ്ഥാനമായിട്ട് വളർന്നു. അടുത്ത പ്രാവശ്യം, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വരുമ്പോൾ 3 ആയിരുന്നു, അതിപ്പോ 5 ആയി. അടുത്ത പ്രാവശ്യം വരുമ്പോൾ 10 ആവട്ടെ. എനിക്കും കഴിയട്ടെ. താങ്ക് യു സോ മച്ച്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സെറാമിക്കിന്റെ എല്ലാ മിത്തും നമ്മൾ പൊളിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? അത് ഭയങ്കര ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു. ശരിക്കും ഭയങ്കര ആളുകൾ കൺഫ്യൂഷനിൽ നിൽക്കുന്ന സമയത്താണ് നമ്മൾ അങ്ങനെ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. ഈവൻ ഇപ്പൊ നമ്മൾ PPF ചെയ്യാൻ തുടങ്ങിയപ്പോഴും കഴിഞ്ഞ ദിവസം ഒരു X5 കസ്റ്റമർ എന്നോട് ചോദിച്ചു ചെയ്യണോ. അപ്പൊ ഞാൻ അവരോട് ചോദിക്കണം, നിങ്ങൾക്ക് എന്താണ് ആവശ്യം ആക്ച്വലി?
നിങ്ങളുടെ പ്രയോറിറ്റി എന്താണ്. അപ്പൊ ആ കസ്റ്റമറിന്റെ പ്രയോറിറ്റി വെച്ചിട്ട് ഞാൻ പറഞ്ഞെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടെന്നാ പറഞ്ഞതെന്നോ. അതാണ് കാൽഗാരിയുടെ വിശ്വാസ്യത. അപ്പോൾ ആ ഒരു വീഡിയോക്ക് ശേഷം രണ്ടാമത്തെ ബെത്ത് നമ്മൾ പൊളിച്ചിരിക്കുകയാണ് കൂളിംഗ് ഫിലിം. നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ, കാൽഗാരിയുടെ നമ്പറും അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് സെറാമിക്, PPF, അതുപോലെ തന്നെ കൂളിംഗ് ഫിലിം, സർവീസ് റിലേറ്റഡ്, അതായത് ഡീറ്റെയിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും വിളിക്കാം. അതിന് പറ്റിയ ആളാണ്. കേരളത്തിൽ ആദ്യമായിട്ട് ഡീറ്റെയിലിംഗ് സ്റ്റാർട്ട് ചെയ്ത മനുഷ്യൻ. സെറാമിക് സ്റ്റാർട്ട് ചെയ്ത മനുഷ്യൻ. അതുകൊണ്ട് A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ക്ലിയർ ചെയ്യാൻ പറ്റിയ ഏറ്റവും റൈറ്റ് ഹാൻഡ് എന്ന് പറയില്ലേ, അകത്തൊരു മനുഷ്യരാണ്. നമ്പർ കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ട് വിളിക്കാം, സംസാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുമ്പോൾ നമുക്കും സന്തോഷമാണ്, അവർക്ക് വർക്ക് കിട്ടുമ്പോൾ അവരും സന്തോഷമാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്. താങ്ക്സ്.